കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. അപ്പം നമ്മൾ ഇന്ന് സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സുന്ദരകാന്ഡം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സുന്ദരകാന്ഡത്തിനെ പറ്റി വായിച്ച എന്തുകൊണ്ടാണ് അതിന് ആ പേര് വന്നതെന്നും ഒക്കെ എന്താണ് അതിലത്തെ ഉള്ളടക്കം എന്നൊക്കെ കുറേ അതിനെപ്പറ്റി ഞാൻ കുറച്ച് വായിച്ചപ്പോൾ അതിനൊരു ആമുഖം പറയാമെന്ന് വിചാരിച്ചു. അത് പലർക്കും അതിന് ഞാൻ ഈ പറയണതൊക്കെ പലർക്കും അറിയുമായിരിക്കും. അറിയാത്തവർക്കത് ഉപകാരമാവട്ടെ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് എനിക്കറിയുന്ന കുറച്ച് കാര്യം ഞാൻ വളരെ വിനയത്തോടു കൂടി ഞാൻ അത് പങ്കിടുകയാണ്. അറിയുന്നവർ ക്ഷമിക്കുക. ഞാനിതൊക്കെ വായിച്ച് പല പുസ്തകങ്ങളിലും ഇൻട്രൊഡക്ഷനിലും ഒക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ എഴുതിയത് വായിച്ചതാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഈ സുന്ദരകാന്ഡത്തിലത്തെ വിഷയം എന്താ വെച്ചാൽ ഹനുമാൻ്റെ ഭക്തിയും ഹനുമാൻ്റെ ആ ബല പരാക്രമങ്ങളും അതുമാത്രമല്ല ആ ഹനുമാൻ്റെ ഔചിത്യബോധവും ഒക്കെ നല്ലോണം സുന്ദരകാന്ഡത്തിൽ തെളിഞ്ഞ് പ്രകാശിക്കണമെന്ന് നമുക്ക് കാണാം. പിന്നെ കിഷ്കിന്ധാകാന്ഡത്തിലത്തെ എന്താണെന്ന് നമുക്ക് ഏകദേശം ആ പേര് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓരോന്നിലത്തെയും. ഇപ്പം അയോധ്യാകാന്ഡം, അയോധ്യയിലത്തെ, അങ്ങനെ നമുക്ക് ആ കാണ്ഡത്തിന് കൊടുത്ത പേരിന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളടക്കം എന്താണ്. പക്ഷേ അത്ഭുതമാണ്, സുന്ദരകാന്ഡം എന്നുള്ള പേരുകൊണ്ട് അതിലത്തെ വിഷയം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ വളരെ വിഷമമാണ് അല്ലേ. സുന്ദരം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ എന്നല്ലേ അറിയുള്ളൂ സാധാരണ നിലയ്ക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ലങ്കാകാന്ഡം എന്നോ സീതാദർശന കാണ്ഡം എന്നോ അല്ലെങ്കിൽ സന്ദേശം ദൂതനെ അയക്കാണല്ലോ ദൂതകാന്ഡം എന്നോ സന്ദേശകാന്ഡം എന്നോ അങ്ങനെയൊന്നുമല്ല പേരിട്ടത്. സുന്ദരകാന്ഡം എന്ന് പേരിട്ടു. അതിന് പല എക്സ്പ്ലനേഷൻസും ഞാൻ വായിച്ചു കേട്ടോ, പല ദിക്കിൽ. എന്താ വെച്ചാൽ ഒന്ന്, സുന്ദരം എന്നുള്ള ആ വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ വേദ സാഹിത്യത്തിൽ എന്താ പറയുക വെച്ചാൽ സുന്ദരൻ എന്നുള്ള പദത്തിന് ദൂതൻ എന്നാത്ര അർത്ഥം. അപ്പോൾ സുന്ദരകാന്ഡം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, ദൂതൻ എന്നാണ് അർത്ഥം എന്നുണ്ടെങ്കിൽ ദൂതകാന്ഡം പോലെ തന്നെയാണല്ലോ. അതായത് ശ്രീരാമദൂതനായിട്ടുള്ള ഹനുമാൻ ചെന്ന് കാര്യം സാധിച്ചു വരണത്, അല്ലെങ്കിൽ സീതയെ കണ്ട് വന്ന് വിവരം പറയണതാണല്ലോ ഇതിലെ വിഷയം. അപ്പോൾ സുന്ദരൻ എന്നുള്ള പദത്തിന് ദൂതൻ എന്നുള്ള വാക്ക് കൊടുക്കുക വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് സുന്ദരകാന്ഡം. അത് ചിലർ അങ്ങനെ പറയുന്നു, വൈദിക സാഹിത്യത്തിൽ അങ്ങനെ ഉണ്ടെന്ന് ചിലരുടെ അഭിപ്രായം. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇതിൽ നഷ്ടപ്പെട്ട സീതയെ കണ്ടുകിട്ടുക എന്നൊരു കണ്ടുകിട്ടുന്ന ഒരു ഇതാണല്ലോ, കണ്ടുകിട്ടുന്ന ഒരു കാര്യമാണല്ലോ വിവരിക്കണത്. അതുകൊണ്ട് അങ്ങനെ പറയുന്ന എന്താ കാരണം വെച്ചാൽ ധരണ എന്നുള്ള പദത്തിന് ധരണം എന്താ വെച്ചാൽ അകറ്റുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നത്ര അർത്ഥം. അപ്പോൾ സീതയുടെ ദുഃഖത്തെ ധരണം വേണ്ട പോലെ ധരണം ചെയ്യുക. അതായത് സീതയുടെ ദുഃഖത്തെ അകറ്റുന്ന കഥ പറയുന്ന ഭാഗമായതുകൊണ്ടും സുന്ദരകാന്ഡം എന്നാവാമെന്ന് ചേറെ ചിലർ പറയുന്നു. പിന്നെ വേദാന്തികളൊക്കെ എന്താ പറയണ വെച്ചാൽ ഈ അധ്യാത്മസാധനയിൽ മുഴുകി നമ്മൾ സംസാരത്തിലത്തെ പ്രവൃത്തികളിൽ നിന്നൊക്കെ വിട്ട് അധ്യാത്മസാധനയിൽ മുഴുകി ബ്രഹ്മവിദ്യ അറിഞ്ഞ് ചാരിതാർത്ഥനാവണതാണ്. അതായത് ഇവിടെ സീത പറഞ്ഞാൽ ബ്രഹ്മവിദ്യ തന്നെയാണെന്നാണ്. അപ്പോൾ സീതയെ കണ്ടു കിട്ടുന്നത് വേദാന്ത പ്രകാരം പറയുക വെച്ചാൽ ജീവാത്മാവ് സീതയെ തിരഞ്ഞ് ബ്രഹ്മവിദ്യ അന്വേഷിച്ച് ബ്രഹ്മവിദ്യ കിട്ടണത് കണ്ടെത്തണതാണെന്ന് പറയുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം എന്ന് സുന്ദരകാന്ഡത്തിലാണല്ലോ അത്. അപ്പോൾ സുന്ദരകാന്ഡത്തിന് പിന്നെ വേറൊന്ന് ഞാൻ വായിച്ചു. അതെന്താ വെച്ചാൽ പിന്നെ അഞ്ജനാദേവി സുന്ദരൻ എന്നാണ് ഹനുമാനെ വിളിച്ചിരുന്നത്. അതൊക്കെ ഐതിഹ്യമാണോ എനിക്കറിയില്ല കേട്ടോ, എന്തായാലും ഞാൻ അത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്ദരൻ പോയി സാധിച്ച് വന്ന
കാര്യമാണല്ലോ ഇതിൽ മുഴുവൻ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ പോയതല്ലേ. അപ്പോൾ ഹനുമാൻ്റെ പ്രവൃത്തികളാണല്ലോ. അപ്പോൾ അഞ്ജനാദേവി സുന്ദരൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ സുന്ദരൻ നിറഞ്ഞു നിൽക്കണ കാണ്ടായതുകൊണ്ട് സുന്ദരകാന്ഡം എന്നും പറയാമെന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് സുന്ദരകാന്ഡമാണ് ഈ ബാക്കി കാണ്ഡങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം പാരായണ മാഹാത്മ്യം ഏറ്റവും അധികം വിധിച്ചിട്ടുള്ളതും ഈ സുന്ദരകാന്ഡത്തിനാണ്. അതായത് സുന്ദരകാന്ഡം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വായിച്ചാൽ നമുക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും എന്നൊക്കെ പല ഭക്തന്മാരും അതിനെപ്പറ്റി പറയാറുണ്ട്. പിന്നെ വളരെ മനോഹരമായി ചെയ്തതുമാണെന്ന് പറയും. അത് ഏതുപോലത്തെ ഞാൻ എഴുതിയിട്ടുള്ളത്, യഥാ സർവേഷു രത്നേഷു കൗസ്തുഭ ശ്ലാഘ്യതേ വരഹ തഥാ രാമായണേ ശ്രീമൻ സുന്ദരകാന്ഡ ഉത്തമം. അതായത് ഈ രത്നങ്ങളിൽ കൗസ്തുഭം ഏറ്റവും ഉത്തമമാണല്ലോ. ഭഗവാൻ അണിയണതല്ലേ കൗസ്തുഭം. കൗസ്തുഭരത്നമാണ് രത്നങ്ങളിലെ ഏറ്റവും ഓസ്പീഷ്യസ് അല്ലേ. അതുപോലെയാണ് രാമായണത്തിലത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗമാണ് സുന്ദരകാന്ഡം എന്നും പറയുന്നുണ്ട്. അതാണ് യഥാ സർവേഷു രത്നേഷു കൗസ്തുഭ ശ്ലാഘ്യതേ വരഹ തഥാ രാമായണേ ശ്രീമൻ സുന്ദര കാണ്ഡ ഉത്തമ എന്നാണ് പറയണത്. അത് നമുക്കറിയാലോ. എഴുത്തച്ഛൻ്റെ സുന്ദരകാന്ഡം എന്തൊരു ഭംഗിയാണെന്ന് കണക്കില്ല അല്ലേ. എത്ര വായിച്ചാലും നമുക്ക് മതിയാവില്ല. നമുക്കിതിന് ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കാം. പല ഭാഗങ്ങളും അത്ര ഒരു മനോഹരമായിട്ടുള്ളതാണ്. എല്ലാം മനോഹരമാണ് എഴുത്തച്ഛൻ്റെ. പക്ഷേ സുന്ദരകാന്ഡത്തിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ അല്ലേ. അതുകൊണ്ടും സുന്ദരം എന്ന് പറയാം. അപ്പം അതെന്നറിയാം. ഞാൻ വ്യാസൻ്റെയും വാൽമീകിയുടെയും ഒക്കെ ആ ഭാഗം വളരെ ഭംഗിയാണെന്ന് തന്നെയാണ് സംസ്കൃത പണ്ഡിതന്മാരൊക്കെ പറയണത് കേട്ടോ. എനിക്കതൊന്നും പറയാൻ അർഹതയില്ല. പക്ഷേ പല സംസ്കൃത പണ്ഡിതന്മാരും വാൽമീകി രാമായണത്തിലും സുന്ദരകാന്ഡം വളരെ സുന്ദരമാണെന്നും ആധ്യാത്മരാമായണത്തിലും അതേ വ്യാസൻ്റെ എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഹനുമാനെയും ഭഗവാനെയും എല്ലാം പ്രാർത്ഥിച്ച് നമുക്ക് സുന്ദരകാന്ഡത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മളെ എത്തിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് സുന്ദരകാന്ഡം തുടങ്ങാം. ഹനുമാനെ ഒന്നും കൂടി പ്രാർത്ഥിക്കാം. ഹനുമാനാണല്ലോ ഇതിൽ. ഹനുമാൻ ആഞ്ജനേയ സ്വാമിയാണല്ലോ ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഭഗവാനെ രക്തവക്ത്രം രക്തനയനം ചഞ്ചലഭകുടീതടം കദലീഷണ്ഡമധ്യസ്ഥം വായുസൂനോ നമാമ്യഹം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ രാമായണം പറയുമ്പോൾ ഹനുമാൻ അടുത്ത് വന്നിരിക്കേണ്ടെന്നാണ് സങ്കല്പം. അപ്പോൾ നമുക്ക് ആ ഹനുമാനെ തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങാം. അപ്പോൾ സുന്ദരകാന്ഡം 1-ാം സർഗം. ശ്രീ മഹാദേവ ഉവാച ശതയോജന വിസ്തീർണം സമുദ്രം മകരാലയം ലിലംഘൈഷുരാനന്ദസന്തോഹോ മാരുതാത്മജഃ ധ്യാത്വാ രാമം പരാത്മാനമിദം വചനമബ്രവീദ് പശ്യന്തു വാനരാഹ സർവേ ഗച്ഛന്തം മാം വിഹായ സാ അമോഘം രാമനിർമുക്തം മഹാബാണമിവാഖിലാഃ പശ്യാമ്യദ്യൈവ രാമസ്യ പത്നിം ജനകനന്ദിനിം കൃതാർത്ഥോഹം പുനഃ പശ്യാമി രാഘവം. എന്താണ് ശ്രീ മഹാദേവൻ ഭഗവാൻ ശ്രീ പാർവതിയോട് പറയണമെന്ന് നോക്കാം. ശതയോജന വിസ്തീർണം 100 യോജന വിസ്താരമുള്ളതും മകരാലയം സമുദ്രം മകരമത്സ്യം തിമിംഗലമൊക്കെയാണ്. മകരമത്സ്യങ്ങളുടെ വാസസ്ഥാനവും ആണ് സമുദ്രം അല്ലേ, ആലയം. മാരുതാത്മജഃ അത് ലംഘിക്കാൻ ആഗ്രഹിക്കുന്ന ലിലംഘയിഷു മാരുതാത്മജ, അതിനെ ലംഘിക്കാൻ ആഗ്രഹിക്കുന്ന മാരുതാത്മജൻ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ആനന്ദസന്തോഷം ആനന്ദം നിറഞ്ഞവനായിട്ട് പരാത്മാനം രാമം ധ്യാത്വ രാമനെ തന്നെ ധ്യാനിച്ച്
പരമാത്മാവായിട്ടുള്ള രാമനെ ധ്യാനിച്ച് ഇതം വചനം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു ഹനുമാൻ. രാമനിർമുക്തം അമോഘം മഹാബാണം ഇവ, രാമനാൽ മോചിക്കപ്പെട്ട നിഷ്ഫലമാകാത്ത മഹാബാണം പോലെ, വിഹായസ ഗച്ഛന്തമ്മാം, അതായത് രാമൻ അയച്ച അമ്പ് ഒരിക്കലും നിഷ്ഫലാവില്ല. അപ്പോൾ അങ്ങനത്തെ അമ്പ് പോലെ വിഹായസ ഗച്ഛന്തമ്മാം, ആകാശത്തിൽ കൂടി ഗമിക്കുന്ന എന്നെ അഖിലാഹ വാനരാഹ പശ്യന്തു, സകല വാനരന്മാരും കാണട്ടെ. രാമസ്യ പത്നിയും ജനകനന്ദിനിയും, രാമൻ്റെ ഭാര്യയായിട്ടുള്ള ജാനകിയെ അദ്യയേവ പശ്യാമി, ഇപ്പം തന്നെ ഞാൻ കാണും. കൃതാർത്ഥ അഹം, കൃതാർത്ഥനായ ഞാൻ, പുനഃ രാഘവം പശ്യാമി, കൃതാർത്ഥനായിട്ട് ഞാൻ തിരിച്ചു വന്ന് രാമനോട് വിവരം പറഞ്ഞ് രാമനെ നമസ്കരിക്കും. അത്ര സന്തോഷത്തോടു കൂടിയേ പോണേ. എന്തൊരു ശുഭാപ്തി വിശ്വാസമാണ്. നല്ല സങ്കല്പത്തോടു കൂടി പോയാൽ അത് നമ്മൾ പറയൂലോ എപ്പോഴും, നമ്മൾ നല്ലതേ വിചാരിക്കാവൂ എന്ന് പറയും എപ്പോഴും, അല്ലേ? പറ്റും, സാധിക്കും എന്ന് വിചാരിച്ചാൽ സാധിക്കും. സാധിക്കില്ല എന്ന് വിചാരിച്ച് ഈ അവണക്കെണ്ണ കുടിച്ച പോലെ ഉത്സാഹം ഇല്ലാണ്ടാണ് എന്തിനെങ്കിലും പുറപ്പെടണം വെച്ചാൽ സാധിക്കാവുന്നത് പോലും സാധിക്കില്ല എന്ന് നമ്മളെ എപ്പോഴും പറയണതൊരു കാര്യമാണ്. അതല്ലേ എല്ലാ പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാതെ ഏതൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും അത് സാധിക്കും, എല്ലാം വേണ്ട പോലെയാവും, എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും, അങ്ങനെ എന്നെ സങ്കല്പിച്ചിട്ട് പോകണമെന്ന് ഇപ്പോൾ ഹനുമാൻ അത് നമുക്ക് ഒന്നുകൂടി നമുക്കത് സ്വന്തം പ്രവൃത്തി കൊണ്ട് ഉദാഹരിച്ചിരിക്കുന്നു. നോക്കൂ, 100 യോജന വിസ്താരമുള്ളതും പിന്നെയോ മകരമത്സ്യം നിറഞ്ഞിരിക്കുന്ന ആ വാസസ്ഥാനായിട്ടുള്ള സമുദ്രം ചാടിക്കടക്കാൻ ആഗ്രഹിക്കുന്ന ഹനുമാൻ, മാരുതപുത്രനായിട്ടുള്ള ഹനുമാൻ, സർവേശ്വരനായിട്ടുള്ള ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ശരിക്കെന്നെ പരമാനന്ദ നിമഗ്നനായി. എന്നിട്ട് എന്നിട്ട് പറയുകയാണ് വാനരന്മാരോടെ, അവിടെ ഉള്ളവരോടൊക്കെ പറയുക, ശ്രീരാമസ്വാമിയുടെ വില്ലിന്ന് പോണ അമ്പ് ഒരിക്കലും ലക്ഷ്യത്തിലെത്താതെ, ഒരിക്കലും ലക്ഷ്യം തെറ്റൂല്ല, ലക്ഷ്യത്തിലെത്താതിരിക്കില്ല. അതുപോലെയാണ് ഞാനിപ്പോൾ പോണത്. ശ്രീരാമസ്വാമിയാൽ വലിച്ചു വിടപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത മഹാബാണം എന്ന പോലെ ഞാനിതാ അതിവേഗത്തിൽ ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന എന്നെ ഹേ സകല വാനന്മാരും നിങ്ങൾ കണ്ടോളൂന്ന്, നിങ്ങൾ കണ്ടുകൊള്ളോളൂ, കാണട്ടെ, നിങ്ങളെല്ലാവരും കാണട്ടെ. രാമൻ്റെ കയ്യിൽ നിന്ന് രാമൻ എയ്ത അമ്പ് പോലെ, അതായത് ലക്ഷ്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാത്ത മഹാബാണം പോലെ ഞാൻ അതിവേഗത്തിൽ ആകാശത്ത് കൂടെ പോണത് വാനന്മാർ കാണട്ടെ. ശ്രീരാമൻ്റെ പത്നിയായിട്ടുള്ള ജാനകിയെ ഞാൻ ഇപ്പം കാണും. എന്നിട്ട് കൃതാർത്ഥനായിട്ട് ഞാൻ മടങ്ങി വന്ന് രാമനെ വിവരം അറിയിക്കും, അല്ലെങ്കിൽ രാമനെ കാണും എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഹനുമാൻ പറഞ്ഞു എന്ന് ശിവൻ ശ്രീപാർവതിയോട് പറയാണ്. ശതയോജന വിസ്തീർണം സമുദ്രം മകരാലയം ലിലംഘീഷുരാനന്ദസന്തോഹോ മാരുതാത്മജഃ ധ്യാത്വാ രാമം പരാത്മാനമിദം വചനമബ്രവീത് പശ്യന്തു വാനരാഹ സർവേ ഗച്ഛന്തം മാം വിഹായസ അമോഘം രാമനിർമുക്തം മഹാബാണമിവാഖിലാഹ. അത് എത്ര നല്ലൊരു ഉപമയല്ലേ. രാമൻ്റെ ബാണം പോലെ ഞാൻ പോണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ അർത്ഥം? ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യത്തിലെത്തി എന്ത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കണോ അത് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും തന്നെ, അല്ലേ? പശ്യാമ്യ ദൈവ രാമസ്യ പത്നിം ജനകനന്ദിനിം, എന്നിട്ട് കൃതാർത്ഥോഹം പുനഃ പശ്യാമി രാഘവം, എന്നിട്ട് കൃതാർത്ഥനായി വന്ന് ഞാൻ രാമനെ കാണും എന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും പിന്നെ ആര് പറഞ്ഞു? ഹനുമാൻ. ഇനി നമുക്ക് 5, 6, 7 ചെയ്യാം. പിന്നെ 4ത്തെ ഒരു വരിയുണ്ട് കേട്ടോ. പ്രാണപ്രയാണ സമയേ യസ്യ നാമ സഹൃത് സ്മരൻ നരസ്തീർത്വാ ഭവാംഭോതിമപാരം യാതി തത്പദം കിം പുനസ്തസ്യ ദൂതോഹം തദംഗാംഗുലിമുദ്രികഃ തമേവ ഹൃദയേ ധ്യാത്വാ ലംഘയാമ്യൽപവാരിധിം ഇത്യുക്ത്വാ ഹനുമാൻ ബാഹു പ്രസാര്യായതവാലധിഃ.
എക്സ്ക്യൂസ് മീ, ഹൃജുഗ്രീവോർധ്വദൃഷ്ടിഃ സന്നാ കുഞ്ചിതപദദ്വയഃ ദക്ഷിണാഭിമുഖസ്തൂർണം പുപ്ലുവേ നിലവിക്രമഃ. പ്രാണപ്രയാണ സമയേ, അതായത് പ്രാണൻ നമുക്ക് മരണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രാണപ്രയാണ കാലത്ത് യസ്യ നാമഃ സകൃൽ സ്മരൻ നരഃ, ഏതൊരുവൻ്റെ നാമത്തെ ഒരിക്കൽ സ്മരിച്ചാൽ മതി. പ്രാണപ്രയാണ സമയത്ത് ഏതൊരാളാണ് ഭഗവാന്റെ നാമത്തിനെ ഒരിക്കൽ സ്മരിക്കുന്നത്, അവൻ, ആ നരൻ, അപാരം ഭവാംബോധിം തീർത്തുക, ഈ അവധിയില്ലാത്ത സംസാര സമുദ്രത്തെ തരണം ചെയ്തിട്ട് തത്പദം യാതി, അവൻ്റെ പദത്തെ പ്രാപിക്കുന്നു. തസ്യ ദൂത, അങ്ങനെയുള്ള ഭഗവാന്റെ ദൂതനാണ് ഞാൻ. അതായത് ഹനുമാന്റെ വിശേഷണം എന്താ വെച്ചോ, മരണസമയത്ത് ഏതൊരു നരനാണ് ഒരൊറ്റ പ്രാവശ്യം രാമനാമം സ്മരിക്കുന്നത്, അവൻ ഭഗവാന്റെ പാദത്തിൽ ഉടനെ എത്തിച്ചേരും, അല്ലെങ്കിൽ മോക്ഷത്തിന് അർഹനാകുന്നു. അങ്ങനെയുള്ള രാമൻ്റെ ദൂതനാണ് ഞാൻ. അവൻ്റെ ദൂതനും തദംഗാങ്കുലിമുദ്രിക അഹം, അവൻ്റെ, അതായത് ശ്രീരാമൻ്റെ അംഗത്തിലെ ആ അങ്കുലി മുദ്രയോടും, അതായത് ആ മോതിരം ഉണ്ടല്ലോ, അങ്കുലിയോടുത്തുണല്ലോ, അതും എൻ്റെ കയ്യിലുണ്ട്, അതും വഹിച്ചിരിക്കുന്ന ഞാൻ. കിം പുനഃ, പിന്നെ പറയണോ, തം ഏവ, അവനെ തന്നെ ഹൃദയധ്യാത്വ, ആ രാമനെ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ട് അല്പവാരിധിം ലംഘയാമി, ഈ ചെറിയ സമുദ്രത്തെ ഞാൻ ലംഘിക്കുന്ന. ഈ സമുദ്രമൊക്കെ എനിക്ക് പശുവിൻ്റെ കുളമ്പിലത്തെ വെള്ളം പോലെയായി തീരും, കാരണം ഞാൻ രാമദൂതനാണ്, രാമൻ തന്ന അങ്കുലിയും കയ്യിൽ പിടിച്ചിരിക്കണു. ഇതി ഉക്ത്വ ഹനുമാൻ, എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ബാഹുപ്രസാര്യ, രണ്ടു കൈകളെയും പരത്തി, ആയതവാലധി, നീട്ടിയ വാലോടുകൂടിയവനായി, ഹൃജുഗ്രീവ, കഴുത്ത് നേരെ ചെരിയാതെ നേരെ നിർത്തി, ഊർധ്വദൃഷ്ടി, മേൽപോട്ട് കണ്ണ് അയച്ച് മേൽപോട്ട് നോക്കിക്കൊണ്ട്, ആ കുഞ്ചിത പദദ്വയ, അതായത് ചുരുക്കിയ രണ്ട് പാദങ്ങളോട് കൂടിയവനായി, ദക്ഷിണാഭിമുഖ, തെക്കോട്ട് മുഖം തിരിച്ചവനായി, അനിലവിക്രമ, വായുവിനെ പോലെ പരാക്രമത്തോടു കൂടിയവനായിട്ട്, തൂർണം പുപ്ലുവേ, വേഗത്തിൽ എന്തു ചെയ്തു, ചാടി, പ്ലവനം ചെയ്തു. പിന്നെ ചാടി കിടന്നിട്ട് അങ്ങോട്ട് പറക്കണേ. എന്താ അറിയോ, മരണാവസാനത്തിൽ ഏതൊരു ഭഗവാന്റെ നാമാണ് ഒരു പ്രാവശ്യം സ്മരിച്ച് ആ മനുഷ്യൻ ഈ കരകാണാ സംസാര സമുദ്രത്തെ വേഗം കടന്ന് ഭഗവാന്റെ പാദാരവിന്ദത്തിനോട് ചേരും, ഒറ്റ പ്രാവശ്യം ജപിച്ചാൽ. അങ്ങനെയുള്ള ആ അത്ര മാഹാത്മ്യമുള്ള ശ്രീരാമസ്വാമിയുടെ ദൂതനും അവിടുത്തെ അങ്കുലീയം കയ്യിൽ പിടിച്ചിരിക്കുന്നവനുമായ ഞാൻ ഈ ചെറിയ സമുദ്രം ചാടിക്കടക്കാൻ സമർത്ഥനാകും എന്നുള്ള ഉറപ്പ് പ്രത്യേകിച്ച് പറയണോ? സമർത്ഥനാകുന്നുള്ള കാര്യം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ആ പരമാത്മാവിനെ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ചെറിയ സമുദ്രത്തെ ഞാനിതാ കടക്കാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ രണ്ട് കൈകളും പരത്തി, വാല് നീട്ടി, കഴുത്ത് വളവ് കൂടാതെ നേരെ നിർത്തി, കണ്ണുകളെ മേൽപോട്ട് ഉയർത്തി, കാലുകളെ നന്നായിട്ട് ശക്തിക്ക് വേണ്ടിയിട്ടാണ് കാലുകളെ അമർത്തി ചുരുക്കി പിടിച്ച് തെക്കോട്ട് നോക്കി നിന്ന്, വായുവിനെ പോലെ അതിപരാക്രമത്തോടുകൂടി അതിശക്തിയോടുകൂടി ചാടി അതാണ് ഇതിൽ പറഞ്ഞത്. പ്രാണപ്രയാണ സമയേ യസ്യ നാമ സകൃത്സ്മരൻ നരസ്തീർത്വാ ഭവാംബോധിമപാരം യാതി തത്പദം കിം പുനസ്തസ്യ ദൂതോഹം തദംഗാംഗുലി മുദ്രികഃ തമേവ ഹൃദയേ ധ്യാത്വാ ലംഘയാമ്യൽപവാരിധിം ഇത്യുക്ത്വാ ഹനുമാൻ ബാഹു പ്രസാര്യായതവാലധിഃ ഹൃജുഗ്രീവോർധ്വദൃഷ്ടിഃ
സന്നാ കുഞ്ചിതപദദ്വയഃ ദക്ഷിണാഭിമുഖസ്തൂർണം പുപ്ലുവേ നിലവിക്രമഃ. നമുക്ക് ഈ ഭാഗം ഒന്ന് നമുക്ക് എഴുത്തച്ഛൻ്റെ ഇതിൽ കുറച്ചെങ്കിലും വായിക്കാം. നമുക്ക് എത്ര നോക്കട്ടെ. ആദ്യം വളരെ ഭംഗിയുള്ളതാണല്ലോ. നമുക്ക് കുറച്ച് സുന്ദരകാന്ഡം എഴുത്തച്ഛൻ്റെ വായിക്കാം. സകല സുഖകുല വിമല തിലകിതകളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുസ്ഥലീലകൾ കേട്ടാൽ മതീവര. അത് കിളിയോട് പറയുന്നതാണല്ലോ. അപ്പം പറഞ്ഞു, കിളി പറയാൻ തുടങ്ങിയല്ലേ. കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. ഇനിയാണ് സമുദ്രലംഘനം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ പറയണം. ലവണജലനിധിശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോട് അമിതബല സഹിതമുര ചെയ്തിതു. അതായത് ബാക്കി വാനന്മാരോട് പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതിച്ച ബലമമ്പരേ മാനേന പോകുന്നിതാശരേശാലയേ അജതനയ തനയശര സമമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോടു വിരവൊടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടുകടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾക്കീശപ്രവരരേ ഖേദിയായി ഖേതുമേ. ഇതിൽ പിന്നെ ബാക്കി വാനന്മാരോട് നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട, ഞാൻ കാര്യം സാധിച്ചു വരാം, നിങ്ങൾ ഖേദിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതൊന്നും വ്യാസം പറഞ്ഞില്ല. ഇതി പവന തനയനുര ചെയ്തുവാലും നിജ മേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കി കണ്ടോ, ഗളം സ്ട്രെയിറ്റ് ആക്കി കഴുത്തേ ആർജവമാക്കി നിന്ന കുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. നാളെ 8ാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഈ സുന്ദരകാണ്ഡത്തിൽ നമുക്ക് ഹനുമാനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.